നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിവിടെ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട് ഹൈദരാബാദിൽ. അതിൻ്റെ ഇപ്പം ഇത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. അപ്പം ഏകദേശം ഹൈദരാബാദിലെ തണുപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ, അത്ര ഞാൻ പറയുന്നുള്ളൂ. അപ്പം തൊണ്ടയൊക്കെ ഒന്ന് ബുദ്ധിമുട്ടുണ്ട്, ശബ്ദമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം ഒന്ന് ഞാൻ ഗാർഗിൾ ചെയ്തു, അപ്പം ഇപ്പോൾ കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം ഇന്ന് എനിക്കൊരു ഞാൻ ഒരു ലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്, ഒരു നാടൻ ലഞ്ച്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് 11:30 ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലഞ്ച് കഴിക്കാൻ ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് ലഞ്ച് ഉണ്ടാക്കാൻ പോവാം. ആദ്യം നമുക്കൊരു മോരുകറി ഉണ്ടാക്കാം. എന്താ അറിയില്ല, പെട്ടെന്ന് നാട് ഓർമ്മ വന്നു. നാട് ഓർമ്മ വരുന്ന സമയത്ത് എനിക്ക് നാടൻ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ തോന്നും. അതുകൊണ്ടാണ് ഇന്നൊരു നാടൻ ലഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചത്. ഒരു കുറുക്കുകാളം പോലെയാണ് ഞാനിത് വെക്കുന്നത് കേട്ടോ. അപ്പം മോരല്ല, ഞാനിവിടെ തൈരാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നാടൻ മോരൊന്നും കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇവിടുന്ന് മേടിക്കുന്ന തൈരാണ്. എനിക്ക് തൈര് കടാൻ ഇഷ്ടം കേട്ടോ. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് അത് പക്ഷേ നമുക്ക് നോർമലി കറന്നെടുക്കുന്ന പാലിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കുന്ന മോരായതുകൊണ്ട് നെയ്യ് കിട്ടിയിരുന്നു. ഇതിപ്പോൾ നെയ്യൊന്നും കിട്ടില്ല, എന്നാലും കടഞ്ഞാലേ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ശരിയാവുള്ളൂ. ഇതിനകത്ത് ഞാൻ കുറച്ച് തേങ്ങയും ഒഴിക്കും. തേങ്ങ ഒഴിച്ചാലേ എനിക്ക് ആ ഒരു തിക്നെസ് വേണം. ഒരു കുറുക്കുകാളൻ, ഞാൻ പറഞ്ഞല്ലോ, കുറുക്കുകാളൻ ഫോമിലാണ് ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പം തേങ്ങയിൽ ജസ്റ്റ് ജീരകവും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഈ മോര് ഒഴിക്കുകയാണ് ചെയ്യുക. മോരല്ല, തൈര് മോര് ഒഴിക്കുക ചെയ്യുക. എനിക്ക് മോരിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. തൈര്, മോര്, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഈ മോര് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് തിളയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. തിളച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് മാറും. എനിക്ക് ആ മോരിൻ്റെ ടേസ്റ്റ് ആ കറക്റ്റ് കിട്ടേണ്ടതുകൊണ്ട് ഞാനത് അങ്ങനെ തിളപ്പിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഈ വറവ് ചെയ്യുമ്പം ഒന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവർ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ജൂനിയറിൻ്റെ അമ്മയുടെ റെസിപ്പിയാണെന്ന്, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ മുളകൊക്കെ ചേർക്കുമ്പോൾ, ഇപ്പം ഉണക്കമുളകൊക്കെ ചേർക്കുമല്ലോ വറവിൽ, ആ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിടാൻ പറയും, അല്ലെങ്കിൽ അത് കറുത്തു പോകുന്നു. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കുറച്ച് നമുക്ക് കായപ്പൊടി, ഉലുവ, ഇതൊക്കെ ആഡ് ചെയ്യും. അപ്പം എല്ലാം കൂടി ഈ ഒരു പരുവമായിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു റെഡ് കളർ കണ്ടില്ലേ, അതിങ്ങനെ മിക്സ് ചെയ്യുമ്പം ആ ഒരു കളറ് കിട്ടാൻ വേണ്ടി. ഈ നാടനൂണ് വെക്കുമ്പം നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന ചോറും ഞാനൊന്ന് ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് നാട്ടിലെ ഈ കുറുവ അരി, അതാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. എനിക്ക് ഇവിടെ നമുക്ക് ഹൈദരാബാദിൽ ചെറിയ അരിയാണ് കിട്ടുക, നമ്മുടെ നാട്ടിലെ പൊന്നി പോലത്തെ. പക്ഷെ പൊന്നിയല്ല, പൊന്നി കുറച്ചുകൂടി വേവുണ്ട്. ഇത് പെട്ടെന്ന് ഒറ്റ വീസിൽ നമുക്ക് വെന്ത് കിട്ടുന്നൊരു ചോറാണ്, മീൻസ് അരിയായിരിക്കും. അപ്പം ഇങ്ങനത്തെ നാടൻ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ അരി എന്തോ കഴിക്കാൻ അങ്ങനെ തോന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ കുറുവ തന്നെ, എനിക്ക് തോന്നുന്നു അത് മലബാർ ഏരിയയിലേക്കാണ് ഈ വെള്ളക്കുറുവ യൂസ് ചെയ്യുന്നതെന്ന്. എനിക്ക് ആ ഒരു സദൺ പാർട്ടിലേക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. മട്ടയാണ് ഇവിടെയൊക്കെ, ഈ ഹോട്ടൽസിലൊക്കെ അധികം മട്ടയാണ് ഉണ്ടാവുക. ഞങ്ങൾക്ക് ഈ മട്ടയെക്കാട്ടും ഈ വലിയ ഈ ഉരുണ്ട ഈ അരിയാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഇങ്ങനത്തെ ഫുഡ് ആവുന്ന സമയത്ത്, അല്ലെ നാടൻ ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ അരിയാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ഈ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോറ് ഈ വിസിലടിച്ച് വെന്ത് കഴിഞ്ഞാലും തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നുകൂടി വേവിക്കും. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കിടക്കുന്ന പോലെ തോന്നും കുക്കറിൽ വെച്ച ചോറ്. പൊതുവേ ഞാൻ ഇങ്ങനെ ഈ പ്രഷർ കുക്കറിൽ ചോറ് വെക്കാറില്ല നാട്ടിലൊക്കെ ആവുമ്പോൾ. പിന്നെ ഇന്ന് ഉപ്പേരി എനിക്ക് കോവയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് കോവയ്ക്ക കറി വെച്ചു. പിന്നെ ഈ കോവയ്ക്ക ഏത് വെജിറ്റബിൾ ആയാലും എനിക്ക് വലിയ വേവിച്ച് നമുക്ക് കുക്ക്ഡ് വെജിറ്റബിൾസ് ഇല്ലേ, അത് ഒത്തിരി വലിയ കഷ്ണമായിട്ട് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അത് ചോപ്പ് ചെയ്യും. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് ആയതുകൊണ്ട് നടു ജസ്റ്റ് ഒന്ന് ചീന്തിയിട്ടേ ഉള്ളൂ. അതല്ല, കുറച്ച് വലിയ കോവയ്ക്ക ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ 4 കഷ്ണമാക്കി മുറിച്ച് വീണ്ടും അത് ഇങ്ങനെ കുഞ്ഞ് കഷ്ണമാക്കും. പിന്നെ ഞാൻ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രസം എനിക്ക് തക്കാളി രസം ആണ് കുറച്ചുകൂടി ഇഷ്ടം. എൻ്റെ വീട്ടിലൊക്കെ സാധാരണ ഈ പുളി ഒഴിച്ചിട്ട് മാത്രമാണ്, തക്കാളി ജസ്റ്റ് മുറിച്ചിടുകയുള്ളൂ. ഇതെനിക്ക് എന്തോ തക്കാളി രസം ഞാൻ എവിടുന്നോ കൂട്ടി എനിക്ക് ആ ഒരു നാക്കിന് രുചി പിടിച്ചുകൊണ്ടായിരിക്കാം, തക്കാളി ഒരു 2-3 തക്കാളി എടുത്ത് അതൊന്ന് വേവിച്ചിട്ട്, വേവിക്കല്ല, ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ. എന്നിട്ട് അത് നന്നായിട്ട് ഉടച്ച് പുളി പിഴിഞ്ഞിട്ടാണ്
ചെയ്യുക. എനിക്ക് ഈ മോരുകറിയും രസവും അല്ലെങ്കിൽ സാമ്പാർ രസം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു നാടൻ ഊണ് കഴിക്കാൻ തോന്നുമ്പോൾ ഇങ്ങനെ വല്ലതുമാണ് ഞാൻ ഉണ്ടാക്കുക. ഞാൻ പപ്പടം കൂടി കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വലിയ ചട്ടിയിൽ പപ്പടം കാച്ചുന്നതാണ് കുറച്ചുകൂടി എളുപ്പം കേട്ടോ. എന്ന് വെച്ചാൽ ഈ പപ്പടക്കുഴലേ, ഈ കുഞ്ഞാവുമ്പം പപ്പടക്കുഴൽ പിടിക്കാൻ ഭയങ്കര പാടാ. പിന്നെ വെളിച്ചെണ്ണ ലാഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കടായിൽ ചെയ്യുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അണ്ടാവാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് കടത്തിയിട്ടുണ്ട്. വെള്ളം ഞാൻ ചുക്കുവെള്ളം മരുന്നല്ല യൂസ് ചെയ്തത്. ഞാൻ രാമച്ചും പിന്നെ കറാമ്പട്ടയാണ്. കറാമ്പട്ട ഞാൻ ചെറിയ കഷ്ണാട്ടോ എടുത്തതെന്ന് വെച്ചാൽ കറുവപ്പട്ട നമുക്ക് ഇത് അളവ് കൂടിക്കഴിഞ്ഞാലേ ഒരുമാതിരി ചുവ വരും. പിന്നെ രാമച്ചം നല്ല തണുപ്പ് തരുമല്ലോ. രാമച്ചം ഞാൻ വടകരയിലെ ക്രാഫ്റ്റ് വില്ലേജിൽ നിന്ന് മേടിച്ചാണ്, സർഗാലയ. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ രാമച്ചത്തിൻ്റെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. രാമച്ചത്തിൻ്റെ വിശറി അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഒരു പാക്കറ്റ് 2 പാക്കറ്റ് രാമച്ചം ഞാൻ കൊണ്ടുവന്നു. ചോറ് ഊറ്റുന്നത് ഒരു കലയാണ് കേട്ടോ. ഞാൻ കുക്കറിൽ തന്നെയാണ് ഊറ്റാറ്. കുറച്ച് ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ ചോറ് താഴെ പോവും. നമ്മൾ ഈ വാഷർ അഴിച്ച് വെച്ചിട്ടാണല്ലോ ചോറ് സാധാരണ ഊറ്റുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു സ്പൂണ് ഞാനിങ്ങനെ തിരികെ വെക്കും. ഇല്ലാന്ന് വെച്ചാൽ ശരിക്കും വെള്ളം ഊറിപ്പോവില്ല. വീട്ടിലായിരിക്കുമ്പോഴേ ഈ ലഞ്ച് കഴിക്കുമ്പം ഈ TV കാണുന്നൊരു ശീലമുണ്ട് കേട്ടോ എനിക്ക്. അപ്പം നാടൻ ഊണാകുമ്പം നല്ല നാടൻ സിനിമ തന്നെ കാണണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമാണ്. അപ്പം പിന്നെ ഇതിലും വലിയൊരു നാടൻ സിനിമ നമുക്ക് വേറെ ഇല്ലല്ലോ. കുറേ ഓർമ്മകൾ നമുക്കുള്ളൊരു കുട്ടിക്കാലത്ത് ഓർമ്മയൊക്കെ ഉള്ളൊരു സിനിമയാണ്. എത്ര തവണ കണ്ടാലും എനിക്ക് എന്തെങ്കിലും ഈ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഈ മൂവിയൊക്കെ മിക്കവാറും എടുത്ത് കാണാറ്. അപ്പം മനസ്സ് ഭയങ്കര അങ്ങ് റിലാക്സ്ഡ് ആവും. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഊണ്. നല്ല വൈറ്റ് കളറിൽ നല്ല വെള്ള ഉരുണ്ട അരിയും പിന്നെ മോരുകറി, ഉപ്പേരി, രസം, പപ്പടം ഇതെല്ലാം കൂടെ നല്ലൊരു കോംബോ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. സാമ്പാറായ അത്രയും കൊള്ളാം, പക്ഷെ മോരുകറി ഓക്കെയാണ്. ഇന്നത്തെ എൻ്റെ മെനുവിൽ മോരുകറി ആയതുകൊണ്ടാണ് മോരുകറി ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.